ആ എടാ രാമേ, നീ നമ്മുടെ ഇവൻസിൻ്റെ ലിസ്റ്റൊക്കെ നോക്കി വെച്ചിട്ടില്ലേ? ഇന്നലെ തന്നെ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്താണല്ലോ. ഇന്ന് നീ ലാസ്റ്റ് മിനിറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളുണ്ടാവാൻ ഇടവരരുത്. ഓക്കെ, എല്ലാം അതിൻ്റേതായ രീതിയിൽ പോകണം. പിന്നെ ആരാ ഫസ്റ്റ് കളിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ആദ്യത്തെ ഫസ്റ്റ് 3 പെർഫോമൻസും അങ്ങനത്തെ ബാക്കി അങ്ങനെ 3 ടീമിനെ വേണമെങ്കിൽ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ട് നിർത്തിക്കോ. അതോ അവസാന നിമിഷം ഈ കളിക്കാൻ വരുന്ന ആൾക്കാരെ കാണാനില്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. പിന്നെ പിന്നെ 4 വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് നമ്മുടെ 2 എൻട്രൻസിലാക്കി നിർത്തിക്കോ. അതല്ലെങ്കിൽ അവിടെ ഇവിടുന്നും അവിടുന്ന് ആൾക്കാർക്ക് വന്നേ മൊത്തത്തിൽ തിരക്കാവും. അതുകൊണ്ട് അവിടെ ഇവിടെ നിർത്തിക്കോ. ബാക്കി ഞാൻ പറയാം. നമ്മുടെ ഫാക്കൽറ്റി വന്നോ? HOD വരാൻ ഇനി ഒരു 10 മിനിറ്റ് ആവും. അതിന് മുമ്പെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം. ഓക്കെ, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, എല്ലാം സെറ്റാണ്. ഇവിടുത്തെ കാര്യങ്ങളിൽ ലിസ്റ്റൊക്കെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പിന്നെ സൗണ്ട് സെറ്റിങ്ങും ഒക്കെ ഇന്നലെ തന്നെ നോക്കി വെച്ചുകൊണ്ട് അത് പ്രശ്നമില്ല. പിന്നെ നമ്മുടെ സ്പോർട്സിൻ്റെ അവിടെ വടംവലി തുടങ്ങാൻ പോവാണ്. അവിടെ അജുവും പിള്ളേരും ഉണ്ട്. പിന്നെ വോളണ്ടിയേഴ്സ് കുറച്ച് പേര് അവിടെ ഉണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ ഞാൻ പറയാൻ വന്നതെന്നറിയോ, നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ അലക്സും പിള്ളേരും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേജ് എവിടെയെന്ന് അന്വേഷിക്കാൻ കൂടി വന്നതാണ്. അവനെ ആ ഭാഗത്തേക്ക് വിടുന്നുണ്ടോ? ആടാ, നീ തുറത്ത് പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്. അല്ല, നമ്മുടെ ജീനി സെബാസ്റ്റ്യൻ എവിടെ? കാണാനില്ല. ജീനി അവിടെയുണ്ട്. നമ്മുടെ ദേവും നൈനി അവിടെ ഉണ്ടല്ലോ. ഊന്നും കൂടി എന്തോ വലിയ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല. ആടാ ശരി, എന്നാൽ ഞാൻ മറ്റേ അജുവിൻ്റെ അടുത്ത് പോട്ടെ. ഇല്ലെങ്കിൽ ആ മണ്ടൻ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഇടകൂടം ചെയ്ത് വയ്ക്കും. ശരി, നീ വന്നിട്ട് തേജിൻ്റെ മേലെ കണ്ണു വെക്കണേ. എടാ പറഞ്ഞുവല്ലോ, അവനെവിടെ? അവനിതാ എടാ എടാ എനിക്ക് അവിടെ ഉണ്ടായിരുന്നടാ കുറച്ച് മുമ്പ് ചായ കുടിക്കാനാന്ന് പറഞ്ഞിട്ട്. ചെക്കൻ. എടാ അജുവിനെ വിളിച്ചോക്ക്, എവിടെ നോക്ക്. ബെസ്റ്റ്. എടാ പട്ടി, ഇതിനാണോ? എൻ്റെ ഭഗവാൻ, ഇനി എന്ത് വരാനാണോ എന്തോ. ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എടാ ഞാനും വരാം, നിക്ക്. ജിനി, തേജിനെ കണ്ടോ? എടി, അവനെ അവിടെ നിർത്തിയിട്ട് പോയതാ ഞാൻ. ഇപ്പം കാണാനില്ല. നീ കണ്ടായിരുന്നോ അവനെ? കണ്ടായിരുന്നല്ലോ. അതാ അവൻ നീടെ കൂടെ ഉണ്ട് അപ്പുറത്ത്. എന്താ? ഇപ്പോഴാ ഒന്ന് സമാധാനം. ഒന്നുമില്ല, പെട്ടെന്ന് അവനെ കാണാതായപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചതാ. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അവനെന്താ അവിടെ ചെയ്യണത്? ഇവനെ ഞാനവിടെ പണി ഏൽപ്പിച്ചിട്ട് അവിടെ നിർത്തിയതാണല്ലോ. ബെസ്റ്റ്. അവനെയാണോ? അവനെപ്പോഴേലും ഒരു സ്ഥലത്ത് അടങ്ങി നിന്ന ചരിത്രം നിനക്ക് ഓർമ്മയുണ്ടോ? എന്തായാലും അവിടെ ഉണ്ടല്ലോ, അത് മതി. ഇതവാടെ രാമേ, നമുക്ക് പോയിട്ട് അജുൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ പൊന്നത്തേസേട്ടാ, അങ്ങനെയല്ല, തിരിച്ചു വെക്ക്. നിങ്ങൾക്ക് ഇതുപോലും ചെയ്യാൻ അറിയില്ലല്ലോ, മോശമുണ്ട് കേട്ടോ. പെണ്ണ് ഒരൊറ്റ വീക്ക് വെച്ച് തന്നിട്ടുള്ളൂ, മിണ്ടാതെ അല്ലേലും എൻ്റെ തെറ്റ. നിന്നെയൊക്കെ സഹായിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതെ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ആത്മാർത്ഥതയോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഷെടാ, ഇതിപ്പോ ഞാൻ നേരെ വണ്ണല്ല ചെയ്യുന്നേ. നോക്ക്, നിന്നെക്കാളും വൃത്തിയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കണത്. അത് സ്വയം അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണ്ടേ? എൻ്റെ നോക്ക്, അതിൻ്റെ പെർഫെക്ഷൻ കണ്ടോ? ഇതിലൊരു പ്രൊഫഷണലിസം വരണം കേട്ടോ, അല്ലാതെ കടന്നൊളിക്കാൻ വേണ്ടി ചെയ്യല്ലേ. എൻ്റെ കർത്താവേ, ക്ഷമ തരണേ. ഒന്നാമതേ ഞാനിവിടെ കിളി പോയിട്ടിരിക്കാം, അതിൻ്റെ ഇടയിൽ കൂടെ നിന്നെ കൊണ്ട്. ഒരു കാര്യം ചെയ്യാം, അതവിടെ വെച്ചാൽ അതാ നല്ലത്. എന്നിട്ട് പൊക്കിയോട്ടോ. എടി, ഇനി ഇത്രയും ചെയ്യാന്നറിയാമെന്ന് എനിക്ക് ബാക്കി എനിക്ക് ചെയ്യാനറിയാം. എൻ്റെ കൃഷ്ണ, ഇയാളുടെ മുഖത്തിന് ഗ്ലാമർ ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ അടിച്ച് ഷേപ്പ് മാറ്റിയല്ലേ. എന്നാ ചെയ്തോട്ടോ, മോൻ ചെയ്യേ. ഹലോ മക്കൾസ്, ഞാൻ സഹായിക്കണോ? ഭഗവാനെ, അലക്സ്. അല്ല, എന്താണ് രണ്ടും കൂടി പരിപാടി? ചേട്ടൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കണം, ഒട്ടും മടി കാണിക്കണ്ട. അലക്സേ, പോവാൻ നോക്ക്. ഷേടാ, എന്താണ് തേജസേ? പുതിയ ഒരാളിവിടെ നിൽക്കുന്ന കണ്ടില്ലേ നീ? ഞാനും അങ്ങോട്ട് പരിചയപ്പെടുത്തണം. എന്താ മോളുടെ പേര്? അലക്സേ, പോകാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഷേടാ, നീ എന്തിനാണ് ചെക്കാ കിടന്ന് തിളയ്ക്കുന്നേ? ഞാൻ നിന്നോട് വല്ലതും ചോദിച്ചോ? ഞാനും അവളും ഒന്ന് പരിചയപ്പെടുത്തടാ. നീ നിന്റെ പണിയെടുക്ക്. തേജസേ, പണിയെടുക്ക് നേരെ വണ്ണം. അയ്യോ എൻ്റെ കൃഷ്ണ, ഇത്രയും നേരം ഞങ്ങൾ ഇവർ രണ്ടുപേരും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇത്രയും പെടാപ്പാട് പെട്ടത്.
ഇവിടെ നിന്ന് എങ്ങനെയോ ഒന്ന് രക്ഷപ്പെടാൻ നോക്കുക. മോള് പറ, എന്താ മോളുടെ പേര്? അവൾക്ക് പേരില്ല. നീ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇവൻ സമ്മതിക്കൂല. എടാ നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ അവളോടല്ലേ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വാ കുട്ടി, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഞാനൊന്നുമില്ല, എനിക്കിവിടെ പണിയുണ്ട്. നീ എന്തിനാ മോളെ കഷ്ടപ്പെടുന്നത്? പ്രസിഡന്റോ അവൻ്റെ വാലുകളോ ഒക്കെ ഇല്ലേ പണിയെടുക്കാൻ? അവർ ചെയ്തോളും. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് കുറച്ച് വിശുദ്ധമായി പരിചയപ്പെടാം. ഈ നായിൻ്റെ മോൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന്. ചേട്ടാ ഇവിടുന്ന് പോവാൻ നോക്ക്, ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. വെറുതെ ഒരു അടിക്ക് വരല്ലേ. അടിയോ? ഞാനോ? ഞാൻ എന്തടിക്ക് വരാനാ? ഞാൻ മര്യാദ ഭാഷയിലാണ് പറയുന്നത്. ഇനിയും നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. കുറേ കടന്നല്ലോ ആഴ്ചകൾ ഹോസ്പിറ്റലിൽ എണ്ണി എത്ര? കയ്യിൽ 2 പൊട്ടൽ, കാലിൽ 3. ഓർമ്മയുണ്ടോ? അതും ഞാൻ ഇനി ആദ്യം ഓർമ്മ പുലർത്തണം. മറക്കാൻ എന്തായാലും വഴിയില്ല. കാരണം അതിന് പുറമെ കടന്നല്ലോ 1 മാസം ബെഡ് റെസ്റ്റ്. അതുകൊണ്ട് ഇനി അത് പോരാന്നാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഡോസ് ഇരട്ടിച്ച് തരാം. പൊന്നി എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? ഭീഷണിയൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വാർണിംഗ്. അതുകൊണ്ട് മിണ്ടാതെ എനിക്ക് കൈക്ക് പണി ഉണ്ടാക്കാതെ മോൻ ചെല്ലാൻ നോക്ക്. എൻ്റെ വാലുകളെയും വിളിച്ചോ. വെറുതെ തല്ലുകൊണ്ട് തീരുകാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ അതിൽ ഇടപെട്ടില്ലെങ്കിൽ സീനാണ്. ചേട്ടാ വാ പോവാം, അവരൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ ഒരുപാട് വൈകി. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞില്ലേ? നമുക്ക് പോവാ. അതെ അവളുടെ കൂടെ പൊക്കോട്ടോ. നിന്നെക്കൊണ്ട് അതിനെ പറ്റുള്ളൂ. പിന്നെ നീ ജയിച്ചു എന്ന് നീ വിചാരിക്കണ്ട. അവളെ പരിചയപ്പെടാനാണ് ഞാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിചയപ്പെട്ടേ പോളൂ. ഞാൻ എടുത്തോളാം രണ്ടിനെയും. ശരി, ഈ പട്ടിക്ക് നീ മതിയായിട്ടാ നിന്നെ. പട്ടി പോയി, വാ നമുക്ക് പോവാം. വാ. നീ എന്താ ഒരുമാതിരി നഴ്സറി പിള്ളേരെ പോലെ എന്നെ വിളിച്ചുകൊണ്ട് പോന്നെ? വിട്. ഇപ്പം വിടാട്ടോ. ഒരു 2 മിനിറ്റും കൂടി അവിടെ എത്തട്ടെ. അതും പറഞ്ഞ് അവൾ അവൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടുന്ന് കൊണ്ടുപോയി. അതെ, നീ മറ്റേ അക്കൗണ്ടിലെ ഫണ്ടിൻ്റെ കാര്യമൊക്കെ ശരിയായോ എന്ന് പറഞ്ഞ് നോക്കാൻ ഏൽപ്പിച്ച ആ പൊട്ടൻ എവിടെ? ശരിയാണല്ലോ. ടിക്കറ്റ് പ്രൈസൊക്കെ നോക്കിയോ നീ? എടാ എനിക്കറിയാൻ പാടില്ലടാ. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. രജിസ്ട്രേഷനൊക്കെ എപ്പോഴോ കഴിഞ്ഞു. ഞാൻ വിളിച്ചോണ്ട്. അല്ല തേജയുടെ അവനെ നമ്മുടെ HOD അന്വേഷിക്കുന്നുണ്ട്. അതെന്തിന്? അതെനിക്കെങ്ങനെ അറിയാനാ? അല്ല ആനയുടെ ദേ നോക്ക്, ഏടുണ്ട് അവിടെ. അല്ലടാ അതേതാ കൊച്ച് അവൻ്റെ കൂടെയുള്ള? ആര്? അത് നിവിയല്ലേ? നിവി അതാരാടാ? അതവൻ്റെ പരിചയത്തിലുള്ള കുട്ടിയാ. ഓഹോ, എന്താടാ അവനൊരിളക്കം? ഇല്ലെങ്കിൽ ഹിറ്റ്ലർ പെൺപിള്ളേരുടെ പിന്നാലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാറില്ലല്ലോ. ഇതെന്താണ്? എനിക്കും തോന്നി. അവർ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടല്ലോ പക്ഷെ കാണാൻ. അതെ, പക്ഷെ അവൻ അവളെ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നൊക്കെയാണ് പറയണത്. തികച്ചും സ്വാഭാവികം. അവനെ വേണ്ട. ഞാൻ എറിഞ്ഞു നോക്കിയാലോ? വീഴുവോ? പോയി എറിഞ്ഞു നോക്ക്. കിട്ടുന്നത് കിട്ടുമ്പോൾ പഠിക്കും. അല്ല എന്തായാലും ഇല്ലേ, നീ റാമിനെ കണ്ടാ എന്നെ വന്ന് കാണാൻ പറയട്ടാ. ആടാ, ഓക്കെ. അങ്ങനെ ഒരു 2 മണിക്കൂർ പരിപാടിയൊക്കെ തകൃതിയായിട്ട് കടന്നുപോയി. നിവിയാണിച്ച് ഇനിയും കാര്യങ്ങൾ ഒരുപാട് വഷളാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടായ അടി ആദ്യയോടും റാമിനോടും പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ആദ്യം പോയിട്ട് അവരോടൊരു വാർണിംഗ് ഒക്കെ കൊടുത്തുവെങ്കിലും വലിയതായിട്ട് മാറ്റങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാര്യം കുറച്ചും കൂടി വഷളായത്. മോൾ അവിടെ ഒന്ന് നിന്ന്. എന്താ? ആരാ? ഞാൻ ആരാ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഏതാ? എന്താ നിനക്ക് ആദ്യമായിട്ടൊരു ചുറ്റിക്കളി? ഇയാളിതെന്ത് തേങ്ങ പറയണേ?
ചോദിച്ചത് കേട്ടില്ലേടി? എനിക്ക് മനസ്സിലായില്ല. ഇയാളാരാ? അഖിൽ അവളുടെ അടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്ത് നിർത്തി. ദേവു അപ്പം തന്നെ അവനെ പിടിച്ച് തള്ളി മാറ്റി നീങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. അടങ്ങിയിരിക്കടി. പട്ടി, എൻ്റെ കയ്യിൽ വിട്. നീ അവൻ്റെ സെറ്റപ്പാണോടി? അവനപ്പോൾ ജീനിയെ തേച്ചാ? അതോ ഇനി രണ്ടും കൂടി അവളറിയാതെയുള്ള വെള്ള ചുറ്റിക്കളി? ചീ, നിർത്തടാ വൃത്തികെട്ടവനെ. എന്തൊക്കെ അനാവശ്യ പറയണേ? ഓ, അപ്പം ഞാൻ പറയുന്നതാ കുറ്റം, നിങ്ങൾ കാണിക്കുന്നതല്ല. എൻ്റെ കയ്യിൽ വിടാൻ, എനിക്ക് വേദനിക്കുന്നു. ആണല്ലേ, നന്നായി. അതവൻ പറഞ്ഞ് തീരുമ്പോഴേക്കും അവൻ്റെ കരണം നോക്കിയൊന്ന് പൊട്ടി. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ദേവു ഞെട്ടി ആരായെന്ന് നോക്കിയപ്പോൾ ആദ്യമായിരുന്നു. നീ എന്നെ തല്ലിയല്ലേ? ഇനി നിന്റെ ആ വൃത്തികെട്ട കൈ ഏതെങ്കിലും പെൺകുട്ടിയുടെ മേലെ അവളുടെ പെർമിഷൻ ഇല്ലാതെ തൊട്ടു എന്ന് ഞാൻ അറിഞ്ഞ അത് ഞാൻ കൂടി വെട്ടിയെടുക്കും, നോക്കിക്കോ. രക്ഷകൻ എത്തിയല്ലോ. നിന്റെ സെറ്റപ്പ് ഞങ്ങൾ കണ്ടുപിടിക്കില്ല വിചാരിച്ചോ? നീയും ഇവളും കൂടി ജീനിയെ ചതിക്കുവാണല്ലോ. അത് പറഞ്ഞ് തീരുമ്പോഴേക്കും അവൻ്റെ കവളിൽ ഒന്നുകൂടി അടി പതിഞ്ഞു. അഖിലിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവനെ തിരിച്ചടിക്കാൻ കൈ ഓങ്ങിയതേ ഓർമ്മയുള്ളൂ. ദേ കിടക്കുന്നു ചവിട്ടുകൊണ്ട് നിലത്ത്. ആരാ തല്ലിയേ? ഇനി മേലാ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇമാതിരി വൃത്തികെട്ട വർത്തമാനം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ അഖിലേ, നിന്റെ കൈയല്ല നാവരിഞ്ഞെടുക്കും ഞാൻ ഒരുപാട് പറഞ്ഞ് ഷോ ഇറക്കാറില്ല എന്ന് നിനക്കറിയാലോ. എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കാനാണ് ഇഷ്ടം. ഈ അടിയും പിടിയും ഒച്ചപ്പാടും ബഹളവും അതിനു പുറമെ അഖിൽ നിലത്തീന് കിടക്കുന്നതും കൂടി കണ്ട് ബാക്കിയുള്ള അലക്സിൻ്റെ ഗ്യാങ്ങും കൂടി ഓടി വന്നു. അങ്ങനെ അവിടെ ഒരു കോലാഹലമായി മാറി. അവസാനം ഒരു വഴിയില്ലാതെ ഇത്രയും നേരം തേജസ് അടിയുണ്ടാക്കാതിരിക്കാൻ പിടിച്ചു വെച്ച അവർ വരെ അടിയുണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ ആദി, റാം, അജു, റോഷൻ എല്ലാവരും. അവസാനം നമ്മുടെ പെൺപിള്ളേർ വന്ന് അവരെ പിടിച്ച് മാറ്റേണ്ടി വന്നു. നമ്മുടെ ജീനി ആദ്യം പിടിച്ചുകൊണ്ട് പോയി. നിവി തേജിനെയും ദേവുറാമിനെയും റോഷൻ അജുവിനെയും പിടിച്ചു മാറ്റി. നിവി എങ്ങനെയൊക്കെയോ ദേഷ്യം വന്ന് തിളച്ചു നിൽക്കുന്ന തേജിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് അങ്ങോട്ട് ആൾക്കാരധികം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിന്നു. ഇങ്ങനെ കിടന്ന് ബലം പിടിക്കാത്ത തേജസേട്ടാ. നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോണേ? വിട്. അടങ്ങിയിരുന്നില്ലേ ഞാൻ ഇപ്പൊ ആന്റിയെ വിളിച്ച് മോന്റെ പ്രഹസനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. വേണോ? നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? എടി പീക്രി, നീ ആരെയും ഈ പേടിപ്പിക്കാൻ നോക്കുന്ന? എന്നെ നിനക്ക് അറിയില്ല. എനിക്ക് ആരിനെയും പേടിയില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ ഡ്രസ്സും മുണ്ടൊക്കെ നോക്കിയേ, ഫുള്ള് ചളിയായി. ഞാനേ അടിയെ ഉണ്ടാക്കിയിട്ടാ വരണേ, അല്ലാതെ ഫാഷൻ ഷോന് പോയിട്ടല്ല. അപ്പൊ ചളിയൊക്കെ ആവും. ആവും. എങ്ങനെ ആവാതിരിക്കും? അമ്മാതിരിയല്ലേ ആ ചളിയിൽ കിടന്ന് അടി ഉണ്ടാക്കിയ. തേജസ് ദേഷ്യം എന്നവൻ്റെ കൈ ചുരുട്ടി അവളുടെ അടുത്തുണ്ടായിരുന്ന വോളിൽ ബലമായിട്ട് ഇടിച്ചു. നിവി പെട്ടെന്നൊന്ന് ഞെട്ടി പിന്നാലേക്ക് പോയെങ്കിലും ഇങ്ങനെ ഒരു ശീലം അവനുള്ളതായിട്ട് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല. അവൾ ഞെട്ടിയപ്പോൾ അവന് ചെറുതായിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെങ്കിലും അവൻ പ്രകടിപ്പിച്ചില്ല. അവനെന്തോ പറയാൻ വന്നപ്പോഴേക്കും അവൾ അവൻ്റെ കൈയെടുത്ത് അവളുടെ കൈയെ പിടിച്ചു നോക്കി. അവൻ്റെ നക്കിൾസിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. പോരാത്തതിന് തൊലിയും പോയിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ അപ്പോഴത്തെ അടിയിൽ നിന്ന് ചുണ്ട് ചെറുതായി പൊട്ടി ചോര വരണ്ടായി. അല്ല, എന്താണ് ഇങ്ങനെ വിചാരം? ഇത് കൈയാണ്, അല്ലാതെ പഞ്ചിങ് ബാഗൊന്നുമല്ല.
ഇരിക്കുന്ന കൊണ്ടതൊന്നും വലിയ ജോൺസീനെയാണ്. തേജസ് അവളെ ഒരു നിമിഷം തല ചെറുതായി ചിരിച്ച് ഇവൾക്കെന്താ വയ്യ എന്ന് നോക്കി. എന്നിട്ട് അവൻ അവൻ്റെ കയ്യിലേക്ക് നോക്കി. എന്നെ അടിച്ച കയ്യിൽ നിന്ന് ചോര വരാതെ പിന്നെ തേന് ഒഴിക്കോ? അയ്യോ, അപ്പൊ സാറിന് അറിയാം. എന്നിട്ടാണ് അവൾ പതുക്കെ അവളുടെ സാരിയുടെ മുൻപാണിയുടെ അറ്റം കൊണ്ട് അവൻ്റെ കയ്യിലെ പൊടിയൊക്കെ തുടച്ചു മാറ്റി. നീ എന്താ കാണിക്കുന്ന? വിട്ടേ. അടങ്ങി നിൽക്ക് തേസട്ടാ. നിവി അവനെ ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്തു. അവിടെയും ഇവിടെ ആയിട്ട് ചെറിയ മുറിവുകളുണ്ട്. ചിലവിടെ നിന്നൊക്കെ നന്നായി ചോരയും വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ ഇവള് എടി പെണ്ണെ വിടാൻ. നീ എന്തിനാ എന്നെ വിളിച്ചോണ്ട് പോന്നെ? വിട്ടേടി. നിവി അവനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചതിന് ശേഷം ഹെൽത്ത് സെൻ്ററിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവിടെ നോക്കിയപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ള ആരെയും കാണാനില്ല. ഫെസ്റ്റ് ആയതുകൊണ്ടാവുമെന്ന് അവൾ വിചാരിച്ചു. അതുകൊണ്ട് അവൾ അവനെ പിടിച്ച് വലിച്ച് അവിടെ ഇട്ടിട്ടുള്ള ഒരു ബെഡിൽ കൊണ്ടുപോയി ബലമായി പിടിച്ചിരുത്തി. ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അതിന്മാതിരി പണിക്കൊക്കെ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു. അവളൊന്ന് ചുറ്റും നിരീക്ഷിച്ചതിന് ശേഷം ബെഡിൻ്റെ അടുത്തൊരു ഓപ്പൺ കബേർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ നോക്കി അവിടെ നിന്ന് തൽക്കാലം കുറച്ച് കോട്ടണും പിന്നെ ക്ലോറോക്സിഡൈൻ്റെ ബോട്ടിലും പിന്നെ ഒരു ബീറ്റാഡിൻ ഓയിൻമെൻറ്റും എടുത്തു. അവനാണെങ്കിൽ അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അവൾ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അവൻ്റെ മുമ്പിൽ താഴെ മുട്ടുകുത്തിയിരുന്നു. അവൻ പെട്ടെന്നൊന്ന് ചെറുതായി ഞെട്ടി. അവളാണെങ്കിൽ അവൻ്റെ കൈയെടുത്ത് അവളുടെ കയ്യിൽ പിടിച്ച് ആദ്യം ഒരു കോട്ടന് അതിൽ ക്ലോറോക്സിഡാനാക്കി മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നുള്ളൊരു നീറ്റിലാകണം അവനൊന്ന് ഞെട്ടി. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ കൈയാണെങ്കിൽ പിന്നിലേക്ക് വലിച്ചു. അവൾ വീണ്ടും അവൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഓ മൈ ജീസസ് ക്രൈസ്റ്റ്, ഞാനിതെന്തൊക്കെയായി കാണുന്നത്? നിങ്ങൾക്ക് വേദനയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കുറച്ച് മുമ്പ് നിങ്ങളല്ലേ ആ ചുമരൊക്കെ അടിച്ചു വിളിക്കാൻ നോക്കിയത്? അപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. അവൻ അവളെ നോക്കി ദഹിപ്പിക്കുകയും ചെയ്തു. വേദന ഒന്നുമില്ല. ആണോ? വേദനയില്ല? അവൾ കുറച്ചുകൂടി ഫോഴ്സിൽ അമർത്തി. കൊല്ലോ മനുഷ്യനെ. ആ, അപ്പൊ വേദന എന്താന്നൊക്കെ അറിയാം. പിന്നെ നിനക്കെന്നെ കണ്ടിട്ട് വല്ല രാക്ഷസനായി തോന്നിയോ? മനുഷ്യന്മാരായാ പിന്നെ വേദനിക്കില്ലേ? ഓഹോ, അതെയോ? നല്ല കാര്യം. സ്വയം ബോധ്യമുണ്ടല്ലോ, അത് മതി. അവൾ അവൻ്റെ മുറിവിലൊക്കെ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റാഡിനെടുത്ത് മുറിവിലൊക്കെ തേച്ചു കൊടുത്തു. തൽക്കാലം ഇനി ഇൻഫെക്ഷൻ ഒന്നും വരില്ല. അപ്പോഴാണ് അവൾ പിന്നെ അവൻ്റെ ചുണ്ടിലുള്ള ആ ചെറിയ പൊട്ടൽ ശ്രദ്ധിച്ചത്. അവളൊരു ബെഡ്സ് എടുത്ത് അതിൽ മരുന്നാക്കി പതിയെ അവൻ്റെ അടുത്തേക്കിരുന്നു. അവൾ മുട്ടുകുത്തി നിലത്തിരിക്കുന്നതുകൊണ്ടും അവൻ ബെഡിലിരിക്കുന്നതുകൊണ്ടും അവൾക്ക് ഹൈറ്റ് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് ചായച്ചു. ഒരു നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് നിന്നു. അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി. കൈയൊക്കെ വിറച്ചു. അവളുടെ ബോഡിയിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്തതുപോലെ അവൾക്ക് തോന്നി. അവനാണെ അവളുടെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കുന്നതേ ഉണ്ടായിരുന്നില്ല. അവൾ പതുക്കെ പതുക്കെ അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തു. നീ എന്തിനാ വിറയ്ക്കുന്നേ? അവനൊരു ചിരിയോടെ ചോദിച്ചു. വെറുതെ ഓരോ അടിക്കും പോയി കയ്യിലും അവിടെ ഇവിടെയൊക്കെ മുറിവ് കൊണ്ട് വന്നേക്കാം. നിങ്ങൾക്ക് എന്താ വട്ടാണോ ചുമ്മാ കിടന്ന് അടിയുണ്ടാക്കാൻ? അവന്റെ മുഖം പതിയെ മാറുന്നത് അവളെ ശ്രദ്ധിച്ചു. കൊടുത്തത് പോരാതെ ആയാലേ ഉള്ളൂ പന്ന തെണ്ടി. എന്തിനാ തേച്ചിട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയേ? പിന്നെ ഉണ്ടാക്കാതെ. ആ നായിന്റെ മോൻ എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ? അതേപ്പറ്റി എന്താ പറഞ്ഞേ? അവൾ ചെയ്ത ജോലി നിർത്തിവെച്ച് അവൻ പറയുന്നത് ശ്രദ്ധിച്ചു.
ആ നായിൻ്റെ മോലെ അഖില് ആദ്യമേയും ദീനയും പറ്റി അനാവശ്യം പറഞ്ഞു പാടെടുത്തുമായിരുന്നു അവൻ. കൂട്ടത്തിൽ ജീനിയെ പറ്റിയും പറഞ്ഞു. അതിനപ്പം തന്നെ ആദ്യം അവനിട്ട് കൊടുത്തതാ. അപ്പോൾ ആ പട്ടി അവൻ്റെ മേലെ കൈവയ്ക്കാൻ നോക്കി. അതിന് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. ആദ്യം ഇന്നേ വരെ അനാവശ്യമായിട്ട് ഒരു പ്രശ്നത്തിനും അടിയുണ്ടാക്കാറില്ല. അവൻ അവൻ്റെ കാരണം നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ന്യായമുള്ളതുകൊണ്ടാണ്. പിന്നെ അവൻ്റെ മേലെ കൈവച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല. അവൻ്റെ വയന്ന് വന്ന സംഭാഷണത്തിന് അവനെ അടിക്കല്ല, തല്ലിക്കൊന്ന് പെട്ടിയിലാക്കി വയ്ക്കേണ്ടി വേണ്ട മൈര്. നിവി അവൻ്റെ മുറിയിലെല്ലാം മരുന്ന് വെച്ച് തീർന്നുണ്ടായിരുന്നു. ഇനി പറ, ഞാൻ അവനെ അടിക്കേണ്ട എന്നാണോ? നിവി അപ്പോഴും ഒന്നും പറഞ്ഞില്ല. കെട്ടിക്കഴിഞ്ഞ് അവൾ അവൻ്റെ നെറ്റിയിൽ മുടി മാറ്റി നോക്കിയപ്പോഴാണ് അവിടെ ഒരു കുഞ്ഞി കട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലഡൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവൾ അവൻ്റെ മുടി നീക്കി അവിടെ ബാൻഡേഡ് മാത്രം ഒട്ടിച്ചു കൊടുത്തു. അവനെ കണ്ടപ്പോഴേ വിചാരിച്ചത് അവനായിട്ടൊന്ന് കൊടുക്കണമെന്ന്. തേജസ് അവളെ ഒന്ന് നോക്കി. കൊടുക്കുമ്പോൾ നല്ലോണം കൊടുക്കണ്ടേ? അത് കോളേജ് വെച്ച് ചെയ്താൽ നടക്കൂ. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. അവനാണ് അവളെ അതിശയത്തോടെ നോക്കി. ഒരു പ്രശ്നത്തിനും പോവണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞത് അവന്മാരെ പേടിച്ചിട്ടൊന്നുമല്ല. കോളേജിൽ നടക്കുന്നൊരു പ്രശ്നമാകുമ്പോൾ അത് നിങ്ങൾക്കും കൂടി പണിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തേജസ് ചിരിച്ച് അവളെ അതിശയത്തോടെ നോക്കി. നീയാള് കൊല്ലാലോടി കുരുപ്പേ. കുരുപ്പ് നിങ്ങളുടെ അമ്മൂമ്മ. അവൾ അതും പറഞ്ഞ് എണീക്കാൻ പോയി. തേജസ് അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് അവളെ കൈ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു. അവളാണെങ്കിൽ ഒരു നിമിഷം ഷോക്കായിപ്പോയി. അവനെ എന്താ എന്നുള്ള രീതിയിൽ നോക്കി. അവിടെ മാത്രമേ ബാൻഡേഡ് ഉള്ളൂ, കയ്യിലില്ല? ബാൻഡേഡ് ഇടാനാണെങ്കിൽ പിന്നെ അത് മാത്രമേ കാണുള്ളൂ. അയ്യേ, ഈ ഡോക്ടർ ശരിയല്ല. രോഗിയോടുള്ള ശുശ്രൂഷ പോരാ. ആണല്ലേ? കണക്കായി പോയി. രോഗിക്ക് ഇതന്നെയാണല്ലോ പണി. അതുകൊണ്ട് രോഗി കുറച്ചൊക്കെ സഹിക്കും. അവൾ അവൻ്റെ ഷോൾഡറിൽ ചെറുതായിട്ട് അടിച്ച് അവർ രണ്ടുപേരും ചിരിച്ചെണീച്ച് അവിടെ നിന്ന് എണീച്ച് പോവാൻ നോക്കി. അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ ഇരിക്കുന്നു എല്ലാം. അജു, ആദി, റാം. കയ്യിലും നെറ്റിയിലൊക്കെ ഓരോ കെട്ടൊക്കെ ആയിട്ട്. ജീനിയും ദിയ ആണെങ്കിൽ അവരെല്ലാം നല്ല കണക്കിൽ പറയുന്നുണ്ട്. ജീനി ആണെങ്കിൽ തേജസിനെ കണ്ടപ്പോൾ വന്നല്ലോ എടുത്ത കൊണ്ടാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. എന്താ അതിൻ്റെ ഉദ്ദേശം? നിങ്ങളെന്താ വല്ല ഗുണ്ട ട്രേഡ് യൂണിയൻ വല്ലതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വന്നേക്കുന്നു അവന്മാർ തല്ലുണ്ടാക്കാനായിട്ട്. എൻ്റെ പൊന്നു ജീനി, നീയും കൂടി തുടങ്ങല്ലേ. ഇപ്പൊ ഇവളുടെ വായിൽ നിന്ന് കേട്ടിട്ട് കഴിഞ്ഞ 5 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നു തേജയെ മിണ്ടാതിരി. ആദ്യത്തപ്പോൾ ഒന്ന് പറഞ്ഞ് അവൻ്റെ വായ അവൾ അടപ്പിച്ചതേ ഉള്ളൂ. മിണ്ടാതിരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ നമുക്കും കിട്ടും. ഇപ്പോൾ മിണ്ടി പോയതെല്ലാം മിണ്ടാതെ നിന്നോ. എൻ്റെ ജിന്നി ഒന്ന് വിട്ട് കളയടി. മനുഷ്യ, നിങ്ങൾ മിണ്ടാതിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കൂ. നിങ്ങളല്ലേ ഇവനെ രാവിലെ തൊട്ട് ഉപദേശിച്ചോണ്ട് നടന്നത്. എന്നിട്ട് തല്ലുണ്ടാക്കിയിട്ട് വന്നേക്കുന്നു. അങ്ങനെ അവർക്കെല്ലാം അവളുടെ കയ്യിൽ നിന്ന് നല്ലോണം കേട്ടു. കാര്യത്തിൻ്റെ സത്യാവസ്ഥയൊക്കെ ജീനിക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷെ അവൾ ദേഷ്യപ്പെട്ടത് അവർക്ക് സസ്പെൻഷൻ പോയിട്ട് ഡിസ്മിസിൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഓൾറെഡി കുറേ വാർണിങ്ങും സസ്പെൻഷനും ഒക്കെ കിട്ടിക്കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് പിന്നെ അവരും തിരിച്ചവളോടൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ചെക്കുമാരെല്ലാം വരിയായി നിന്ന് അവളുടെ വായിലുള്ളതെല്ലാം കേട്ട് ബോധിച്ചു. നിവിയും ദേവുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് ചിരി അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു. रब्बा मैनू दिल खोया, रब्बा मुझे क्या